ജീവിതത്തിന്റെ ലക്ഷ്യം സന്തോഷപരമായിരിക്കലാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തില് സന്തോഷപരമായി ഇരിക്കണമെങ്കിൽ നമുക്ക് പണത്തെ പേടിക്കേണ്ടാതെ ജീവിക്കാൻ പറ്റണം. ശരിയല്ലേ? അതായത് നമ്മുടെ പണം എപ്പോൾ വരും, അത് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ, ബിസിനസ് പൊളിയാൻ സാധ്യതയുണ്ടോ, അങ്ങനെയാണെങ്കിൽ പണം വരൽ നിൽക്കില്ലേ, പണം വരാൻ നിൽക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ചിലവുകൾ എങ്ങനെ നടന്നു പോകും, ഇങ്ങനെയുള്ള പേടികളെല്ലാം ഇല്ലാതെ ജീവിക്കലാണ് ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിനെസ് തരുന്ന, ഏറ്റവും പീസ് തരുന്ന സംഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെയാണ് നമ്മൾ വളരെ ഫേമസ്ലി നമ്മുടെ ചാനലിലെ ഫൈനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ സാമ്പത്തിക സ്വതന്ത്രത എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. എന്നാൽ ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ, അതിലേക്ക് എങ്ങനെ എത്തുമെന്ന് സംസാരിക്കുമ്പോൾ കൂടുതൽ പേരും സാധാരണക്കാരൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് കുറെ പൈസ ഉണ്ടാക്കിയാൽ മാത്രം, ഭയങ്കരമായി റിച്ച് ആയാൽ, ഭയങ്കര പണക്കാരനായാൽ മാത്രമേ ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗെയിം കുറെ പൈസ ഉണ്ടാക്കുന്നതിലല്ല. കുറെ പൈസ ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം ആരും ഫൈനാൻഷ്യലി ഫ്രീ ആവുകയില്ല. ഫൈനാൻഷ്യലി ഫ്രീ നിങ്ങൾ ആകുന്നത് നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ആ പൈസയെ നിങ്ങൾ നന്നായി മാനേജ് ചെയ്യുന്നതിലൂടെയാണ്. അത്ര ഈസിയാണ് കാര്യങ്ങൾ. പലർക്കും അറിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പണമുള്ള എല്ലാവരും ഫൈനാൻഷ്യലി ഫ്രീ ആകുമായിരുന്നല്ലോ. എല്ലാവരും ആകുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പണം ഉണ്ടെങ്കിലും അതിനെ നന്നായി മാനേജ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാനും ഈ ചാനലും എൻ്റെ കമ്പനിയും എല്ലാം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്, തുടക്കകാലത്ത് നിന്ന് ഇതുവരെയുള്ള ഏതൊരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലായിടത്തും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ട്രേഡ് ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഇൻഫാക്ട് ഇൻഷുറൻസ് വാങ്ങാനായിട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് കൂടുതലും ഞാൻ നിങ്ങളടുത്ത് പറയാറുള്ളത്. അതിനിടയിൽ ഞാൻ പറയാറുണ്ട് പേഴ്സണൽ ഫൈനാൻസിലേക്ക് നോക്കേണ്ടതുണ്ട്, മാനേജ് ചെയ്യേണ്ടതുണ്ട്, പേഴ്സണൽ ഫൈനാൻഷ്യൽ ആ ഒരു ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും വരേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം പല വീഡിയോകളിൽ അവിടെ ഇവിടെയായി പറഞ്ഞുവെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാതെ പോയ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ ABC അല്ലെങ്കിൽ അതിന്റെ ആദ്യാക്ഷരം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ തന്നെ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ ട്രേഡിങ്ങിന് എത്ര പൈസ കാണണം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇത്ര പണം മാറ്റി വെക്കണം എന്ന് ഞാൻ പറയുമ്പോൾ, അതിനെല്ലാം പണം മാറ്റിവെക്കുന്നതിനേക്കാൾ മുൻപ് ഏറ്റവും ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് റവന്യൂ ഏർണിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, ജോലിയിലൂടെ ആണെങ്കിലും ബിസിനസ്സിലൂടെ ആണെങ്കിലും നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആദ്യമായിട്ട് ചെയ്യേണ്ട നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് ജേർണിയിലെ ആദ്യത്തെ ചുവടുവെപ്പ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. കേൾക്കുമ്പോൾ ഈസിയാണ്. നിങ്ങൾ വിചാരിക്കും കുറെ പൈസ വരുന്നതിൽ നിന്ന് സേവ് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കുക എന്നുള്ളത്. എന്നാൽ അതിനിടയിൽ കുറെ സ്പെസിഫിക്സ് ഉണ്ട്. അത് എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്, ആ പൈസ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, അതിലെല്ലാം ബുദ്ധിപരമായ ഫൈനാൻഷ്യലി ഇന്റലിജന്റ് ആയ ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. എന്നാലും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ ലോജിക്കലി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ എത്ര പേര് ഇതിപ്പോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എണ്ണി നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ, ഇപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിലും, നിങ്ങൾ ഹൃദയം കൊണ്ട് താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് എഴുതണം, ഇങ്ങനൊരു കാര്യം നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും മുന്നിലേക്ക് ഇത് ചെയ്യുമെന്നുള്ള ഉറപ്പും തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനാൻഷ്യലി അവെയർ ആയിട്ടുള്ള, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇവിടെ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. എമർജൻസി ഫണ്ട് അത് എന്തിനാണ്, അത് എന്താണ്, അത് എങ്ങനെ സൃഷ്ടിക്കാം, അത് എങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാം, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഏതൊരാളുടെയും, ഐ റിപ്പീറ്റ്, നിങ്ങളിൽ ഏതൊരാളുടെ ജീവിതത്തിലും, അത് നിങ്ങളുടെ വോക്സ് ഓഫ് ലൈഫ് എന്താണെങ്കിലും, നിങ്ങളുടെ കരിയർ എന്താണെങ്കിലും, നിങ്ങളുടെ വരുമാനം എന്താണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും, ഏതൊരാളുടെയും പേഴ്സണൽ ഫൈനാൻഷ്യൽ ജേർണിയിൽ ഒരു വരുമാനം വന്നു തുടങ്ങുകയാണെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രം, ആ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായതിനു ശേഷം മാത്രമേ നിങ്ങൾ എക്സ്ട്രാ വരുന്ന പൈസയിൽ നിന്ന് മാത്രമേ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യൽ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എല്ലാവരും എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യത്തെ സെഗ്മെന്റിനെ പറ്റി സംസാരിക്കാം. എന്താണ് എമർജൻസി ഫണ്ട്? വാട്ട് ഈസ് എമർജൻസി ഫണ്ട്?
ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താണ് ഒരു കാര്യം എന്നുള്ളതിനേക്കാൾ എന്തിനാണ് ആ കാര്യം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എന്തിനാണ് എമർജൻസി ഫണ്ട് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എന്താണ് എമർജൻസി ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിത ചിലവുകൾ നടന്നു പോകണമെങ്കിൽ മാസം എത്ര രൂപ ചിലവുണ്ടോ ആ എമൗണ്ടിന്റെ 6 ഇരട്ടി നിങ്ങൾ സേവ് ചെയ്ത് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. ആ സൂക്ഷിച്ചു വെക്കുന്ന പണം എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം സൂക്ഷിച്ചു വെക്കേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ 50,000 രൂപയാണ് മാസം ചിലവെങ്കിൽ, 50,000 രൂപയാണ് നിങ്ങളുടെ മാസം ടോട്ടൽ ചിലവെങ്കിൽ 50,000 × 6 3 ലക്ഷം രൂപ നിങ്ങൾ ക്യാഷ് ആയിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. അത് എപ്പോൾ വേണമെങ്കിലും ആ കാശിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, വിഡ്രോ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം അതിനെ സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. എന്താണെന്ന് എന്തായാലും മനസ്സിലായല്ലോ. ഇനി എന്തിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയാം. അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, പേര് തന്നെ എമർജൻസി ഫണ്ട് എന്നാണ്. ലിറ്ററൽ മീനിങ് തന്നെയുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഈ പൈസയെ മാറ്റിവെക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെ പോകും, നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ല അല്ലെ. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, നാളെ ഒരു പോയിന്റിൽ ചിലപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടേക്കാം. നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നാളെ ആ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ കൊറോണ പോലുള്ള ഒരു കേസൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ എഫക്റ്റ് കഴിഞ്ഞ ഇത്രയും നാളുകൾ കൊണ്ട് നമ്മൾ കണ്ടതാണ്. എത്രയോ നമ്മുടെ കൂടെ ഉള്ളവർക്ക് തന്നെ എത്രയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അല്ലേ. അപ്പോൾ ഇതുപോലെ അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നേക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറിയോ ആക്സിഡന്റോ സംഭവിച്ചേക്കാം, നിങ്ങൾക്ക് അടുത്ത കുറെ നാളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയേക്കാം. അപ്പൊ അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഒരു എമർജൻസി സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നോക്കാനായിട്ട്, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസസ് നോക്കാനായിട്ട് പൈസയുടെ ആവശ്യം വരില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വൈൽ യു ഏൺ, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ഒരു എമർജൻസി ഫണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുക. അതിനെ തൊടാതിരിക്കുക, അത് എപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വെക്കുക. ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ പലരും അതിൽ നിന്ന് എടുത്ത് കാണാറുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് അതിനെ ടോപ്പ് അപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് 6 മാസത്തെ ചെലവ് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ വെക്കുക. സോ ദാറ്റ് ജീവിതത്തിലെ എന്ത് അപ്രതീക്ഷിത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് 6 മാസം പോയില്ല, അതിനേക്കാൾ വലിയൊരു അത്യാവശ്യമാണ് ജീവിതത്തിൽ ഉണ്ടായതെങ്കിൽ 1, 2, 3 മാസങ്ങളെങ്കിലും അതിൽ നിന്ന് ഓടിക്കാമല്ലോ. ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ തിരിച്ച് ട്രാക്കിൽ കൊണ്ടുവരാൻ പറ്റും. മറ്റ് പുറത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ പുതിയ ജോലി കണ്ടുപിടിച്ചിട്ടാണെങ്കിലും ആ ഒരു സാഹചര്യം എന്താണെങ്കിലും അതിനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് എൻ എമർജൻസി ഫണ്ട്. ഇനി ഇതില്ലാത്തൊരു സാഹചര്യം ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. സാധാരണ എല്ലാ ഒരു ചെറുപ്പക്കാരുടെ ആണെങ്കിലും സാധാരണ കുറെ പേരുടെ ജീവിതത്തിലും ഇത് തന്നെ കാണാനുള്ളത്. അവർക്ക് ഏർണിംഗ് ഉണ്ടാകും, ഒരു ജോബ് ഉണ്ടാകും, ബിസിനസ് ഉണ്ടാകും, മാസം പൈസ വരുന്നുണ്ടാകും. വരുന്ന പൈസേനെ അതുപോലെ മുഴുവനായിട്ട് തന്നെ പൊടിയാക്കി കളയും, മുഴുവനായിട്ട് ചെലവ് ചെയ്ത് തീർത്ത് കളഞ്ഞ്. ഇൻഫാക്ട് എത്രയോ യങ്സ്റ്റേഴ്സ് ഞാൻ കാണുന്നതാണ് സാലറി ടു സാലറിയാണ് ജീവിക്കുന്നത്. ഒരു സാലറി വരും, അടുത്ത സാലറി വരുന്ന സമയമാകുമ്പോൾ അതിന് മുഴുവൻ തീർത്ത് കളയും, അടുത്ത സാലറി വരും, പിന്നെയും അതുപോലെ തീർത്ത് കളയും. ഇതിനേക്കാളും വേഴ്സ് കണ്ടീഷൻ ഉണ്ട്. സാലറി തീർത്തു, അതിനുശേഷം ഒരു മാസം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ജീവിക്കും, അടുത്ത മാസം സാലറി വരും, ആ സാലറിയിൽ നിന്ന് കഴിഞ്ഞ മാസം ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കും. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് ബിൽ ടു ക്രെഡിറ്റ് കാർഡ് ബില്ല് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെയാണ് ഇതുപോലെ മാറ്റങ്ങൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു 6 മാസത്തെ ചെലവ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഓരോ മാസത്തെ സാലറിയിൽ നിന്നും പൈസ മാറ്റിവെച്ച് കൂട്ടിവെച്ച് ആ ഒരു എമർജൻസി ഫണ്ട് നിങ്ങൾ ഉണ്ടാക്കുക. അതില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനെ സാലറി ടു സാലറി ജീവിച്ച് ഒരു പോയിന്റിലെത്തി, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു, അത്യാവശ്യമായിട്ട് പൈസ ആവശ്യം വരുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുക? നിങ്ങൾ ഫ്രണ്ട്സിനെയോ ഫാമിലിനെയോ വിളിച്ച് പണം അഭ്യർത്ഥിക്കേണ്ട ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷനിലേക്ക് എത്തിയേക്കാം. അവർ തരാതിരിക്കാം. തന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ആവശ്യം നടക്കാതെ പോയേക്കാം. നിങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള, ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. എങ്ങനെയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്? ജീവിതത്തിന്റെ ലക്ഷ്യം ഹാപ്പി ആയിരിക്കലാണ്, റിച്ച് ആകലല്ല, ഉള്ള ഒരു അവസ്ഥയിൽ ഹാപ്പി ആയിട്ടിരിക്കലാണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ഒരു എമർജൻസി ഫണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോരുന്നെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യം വരുമ്പോൾ അതിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിക്കാം. പുറത്തൊരാളെടുത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, ഒരു പുതിയ കടമെടുക്കേണ്ടി വരുന്നില്ല, ഒരു കടക്കണിയിൽ പെടേണ്ട ആവശ്യം വരുന്നില്ല, സമാധാനപരമായിട്ട് ജീവിക്കാം. പക്ഷെ പലരും ഇത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? അവർക്ക് ആദ്യ മാസം തന്നെ പൈസ വരുമ്പോൾ അതിനെ അടിച്ച് പൊളിച്ച് ഫുൾ എൻജോയ് ചെയ്ത് അത് തീർക്കണം. ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പലപ്പോഴും പലരും വരുന്ന പൈസേനെ ആദ്യം എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യോ, ചിലർ ട്രേഡ് പോലും ചെയ്യാൻ എടുക്കുന്നു. ട്രേഡിംഗ് ഒക്കെ എത്ര റിസ്ക് ഉള്ള കാര്യമാണെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ റിസ്ക് മാനേജ് ചെയ്യാൻ നമുക്ക് അറിയാമല്ലേ. അങ്ങനെ നിങ്ങൾ ആ പൈസയെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ആ റിസ്കിൽ അത് നഷ്ടപ്പെടുകയാണ് എങ്കിൽ നാളെ ഒരു എമർജൻസി വരികയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് എടുക്കും? ഒന്നുകൂടി പറയുന്നു, എമർജൻസി ഫണ്ടിലുള്ള ഈ പൈസ നിങ്ങൾ തൊടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് വെക്കുക. അതിനെ എപ്പോഴും ആക്സസിബിൾ
ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇട്ടുവെക്കുക 6 മാസത്തേക്കുള്ള ഈ എമൗണ്ട്. അപ്പോൾ ഇത് 6 മാസം എന്നുള്ളത് ഒരു തമ്പ് റൂൾ മാത്രമാണ്. നിങ്ങൾക്ക് അത് 3 മാസമേ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. കുറേയും കൂടെ മാസങ്ങളുടെ ചെയ്യണമെങ്കിൽ കുറേ കൂടി ചെയ്യുക. എന്തുകൊണ്ടും ലൈഫിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം മാത്രമായിരിക്കും. കാരണം നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എമർജൻസി ഫണ്ട് എല്ലാവരും കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിലെ പൈസ സേവ് ചെയ്ത് ആ ഒരു എമർജൻസി ഫണ്ടിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു തുക ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പൊ അതിലെ ഹൗവിന് ഉത്തരം കിട്ടി. പയ്യെ പണം സേവ് ചെയ്ത് തന്നെ എമർജൻസി ഫണ്ടിന്റെ എമൗണ്ട് നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെ അത് ഉണ്ടാവുകയാണെങ്കിൽ എമർജൻസി ഫണ്ടിന്റെ പൈസ നിങ്ങളുടെ കയ്യിൽ വരികയാണെങ്കിൽ ആ പൈസയെ എവിടെ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എപ്പോഴും എടുക്കാൻ പറ്റുന്ന ആക്സസിബിൾ ആകുന്ന ഒരു സ്ഥലത്താണ് ആ പൈസ സൂക്ഷിച്ചു വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എവിടെ ആ പൈസ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഡെസിഷൻ. അതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ എനിക്ക് കുറെ വാല്യൂ ആഡ് ചെയ്ത് തരാൻ പറ്റുന്ന സ്ഥലം. അതായത് ഏറ്റവും ഈസി ആയിട്ട് ഒരാളെടുത്ത് ചോദിച്ചാൽ അയാൾ പറയും 6 മാസത്തെ ചെലവല്ലേ, എപ്പോഴും വേണ്ട ഒരു സ്ഥലമാണെങ്കിൽ ഞാൻ അതിനെ ക്യാഷ് ആയിട്ട് തന്നെ വീട്ടിൽ മറ്റേ കട്ടിലിന്റെ അടിയിലോ അല്ലെങ്കിൽ അലമാരിയിലോ വെക്കുമെന്ന് ആൾക്കാർ പറയും. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റി ഇന്റലിജന്റ് ആയതുകൊണ്ട് നമുക്കറിയുന്ന കാര്യമാണ് ക്യാഷ്, അതായത് നമ്മുടെ എമൗണ്ട്, നമ്മുടെ പണം ക്യാഷ് ആയിട്ട്, ഹാർഡ് ക്യാഷ്, ലിക്വിഡ് മണി ആയിട്ട് കയ്യിൽ വെക്കുന്നതാണ് ഏറ്റവും മണ്ടനായ ഡിസിഷൻ എന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. കാരണം പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ 5%, 6% സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാശ് വീട്ടിൽ ക്യാഷായിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കാശായിട്ട് വെക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ഡിസിഷനാണ്. ദയവായി അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. ഇനി ചോദിക്കുകയാണെങ്കിൽ രണ്ടാമത് ബുദ്ധിപരമായിട്ട് ആൾക്കാർ പറയുന്നത് സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചാൽ പോലെ എന്ന് ചോദിക്കും. സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചാലും നല്ലതാണ്. എന്നാലും സേവിങ്സ് അക്കൗണ്ടിൽ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില ബാങ്കുകളെ മാറ്റി വെക്കുകയാണെങ്കിൽ മറ്റെല്ലാ ബാങ്കുകളിലും കിട്ടുന്നത് ഒരു 3 മുതൽ 4% വരെയുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അഗെയിൻ നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് 5-6%. അപ്പോൾ ഈ 3-4% ഗ്രോത്ത് റേറ്റ് ഉള്ള ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ട് പണം ഇട്ടുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇനിയും നിങ്ങൾക്ക് ഒരു ആർഗ്യുമെന്റിന് പറയാം, ചില ബാങ്ക് അക്കൗണ്ടുകൾ ഇന്ന് 6% വരെ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ട് എന്ന്. ആ ബാങ്കുകളും ഇപ്പോൾ തരുന്നുണ്ടാകും. എമർജൻസി ഫണ്ട് കുറേ നാളുകൾക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ആ ബാങ്കുകൾ ആദ്യത്തെ അവരുടെ പ്രൊമോഷന് വേണ്ടി, മാർക്കറ്റിംഗിന് വേണ്ടി ഇപ്പോൾ 6% തരുന്നതാണ്. മുന്നിലേക്ക് തരുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. എല്ലാ ബാങ്കുകളും സേവിങ്സ് അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് 3-4% ആക്കാറുണ്ട്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ട് വെക്കുന്നതും അത്ര ബുദ്ധിപരമായിട്ടുള്ള നീക്കം അല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് നെറ്റിയില്ലേ, അതായത് എമർജൻസി ഫണ്ട് എന്ന പൈസ എപ്പോഴും ആക്സസിബിൾ ആയ പൈസ ക്യാഷ് ആയിട്ടും വെക്കാൻ പാടില്ല, സേവിങ്സ് അക്കൗണ്ടിലും ഇട്ട് വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെ എവിടെ ഇടുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പിന്നെയും ശക്തമായിട്ട് ആലോചിച്ചിട്ട് ചിലപ്പോൾ പറയും FD ഇടാമല്ലോ എന്ന്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് വെക്കാമല്ലോ, വേണമെങ്കിൽ അതിനെ പൊളിച്ചെടുത്താൽ പോരെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഈ ചിന്തയിൽ വലിയ തെറ്റൊന്നുമില്ല. എന്നാലും 3 മേജർ ഡിസഡ്വാൻറ്റേജസ് FDയിൽ പൈസ ഇടുന്നതിലുണ്ട്. അതായത് നിങ്ങൾ FDയിൽ ലംസമായിട്ട് ഒരു എമൗണ്ട് ഇട്ട് വെക്കുകയാണ്, ലോങ് ടേമിലേക്ക് ഇട്ട് വെച്ചാലാണ് മോശമല്ലാത്ത ഒരു 6 മുതൽ 7% വരെ ഇൻട്രസ്റ്റ് റേറ്റ് അതിന്റെ പുറത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നാലും ഈ ലോങ് ടേമിലേക്ക് 6-7% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞിട്ടോ 1.5 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഒരു എമർജൻസി ആയിട്ട് ഇതിൽ നിന്ന് പൈസ എടുക്കേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിലോ അതിനെ ആ FDയെ പൊളിക്കുമ്പോൾ അവിടെ ഒരു എക്സിറ്റ് ലോഡ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ എക്സിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ ഈ 6% എന്നുള്ളതിൽ ആ എക്സിറ്റ് ലോഡ് ഒരു ഫൈൻ പോലെ, പെനാൽറ്റി പോലെ നിങ്ങൾ കണക്കാക്കാം. ആ 6% കിട്ടൂല. ഇൻഫാക്ട് റിട്ടേൺസ് വളരെ കുറയുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എമർജൻസി ഫണ്ട് FDയിൽ ഇട്ട് വെച്ചാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ മേജർ പ്രശ്നം എന്ന് പറയുന്നത് ഹൈ ടാക്സേഷൻ ആണ്. അതായത് എക്സാമ്പിൾ എടുക്കുക, നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് ഇൻകം ടാക്സ് സ്ലാബിലുള്ള ആളാണ്, അതായത് 30% ഇൻകം ടാക്സ് അടക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ FDയിലാണ് ഈ പണം ഇട്ട് വെക്കുന്നത് എങ്കിൽ FDയിൽ നിന്ന് വരുന്ന ആ റിട്ടേൺസിനെ കാണിക്കുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിലെ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ടാണ്. ആ വരുന്ന ഇൻകവും നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് 30% ആണെങ്കിൽ 30% തന്നെയാണ് അതിനെ ടാക്സ് ചെയ്യുക. അപ്പോൾ ഹൈ ടാക്സേഷൻ എന്നൊരു പ്രശ്നവും FDയിൽ പണം ഇട്ട് വെക്കുന്നതിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ട് പറ്റില്ല, സേവിങ്സ് അക്കൗണ്ടിൽ പറ്റില്ല, FD ആയിട്ടും ഒന്നും പറ്റില്ല എങ്കിൽ ബെറ്റർ ആയിട്ട് എമർജൻസി ഫണ്ടിനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അതിന്റെ ഉത്തരം ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കുറച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിയുന്നു. ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കംപ്ലീറ്റ് എക്സ്റ്റെൻസീവ് സീരീസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ചെയ്യുക. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ കൂട്ടത്തിൽ തന്നെ ലിക്വിഡ് ഫണ്ട് എന്നൊരു കൂട്ടരുണ്ട്. അതായത് ഈ ലിക്വിഡ് ഫണ്ട് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പണം ഈ ഫണ്ടുകള് കമ്പനികൾക്കും ഗവൺമെന്റിനും കടം കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ബോണ്ടുകളിലും ഡിബഞ്ചറുകളിലുമാണ് ഇവ ഇൻവെസ്റ്റ് ചെയ്യുക. അതും വെറും ഒരു 3 മാസം മുതൽ 6 മാസം വരെയുള്ള വളരെ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ആയുള്ള കടങ്ങളാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവ പൊളിയാറില്ല. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾക്ക് വോളറ്റൈലിറ്റി ഉണ്ടാവില്ല. അതിന് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റേറ്റ് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഒരു 6 മുതൽ 8% വരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പണം ഈ ലിക്വിഡ് ഫണ്ടുകളിൽ കൊണ്ടിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇയർലി റിട്ടേൺസ് കിട്ടുന്നതാണ്. യാതൊരുവിധ പേടിയും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ശരിയാണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെ ഒരു ഫിക്സ്ഡ് റിട്ടേൺ എന്ന് പറയില്ല. എന്നാൽ 6 to 8% ഇതുവരെ ഇത്ര കാലം ഹിസ്റ്റോറിക്കലി ഒരിക്കലും പൊളിയാത്തൊരു റിട്ടേൺസ് അവിടെ നിന്ന് കിട്ടാൻ സാധിക്കുന്നതാണ്. എനിക്കറിയാം അഗൈൻ ലിക്വിഡ് ഫണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യൽ വളരെ ഈസിയാണ്. അതായത് ഫണ്ട് ഫോളിയോയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നിലേക്ക് കുറെ സർവീസസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഈസിലി ലിക്വിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻഫാക്ട് ഇപ്പോൾ ഫോൺ പേ നമുക്ക് പൈസ എന്നിട്ട് പറയുന്നല്ല, ഫോൺ പേയുടെ ആപ്പിൽ നോക്കുകയാണെങ്കിൽ പോലും ഇൻവെസ്റ്റ് ഇൻ ലിക്വിഡ് ഫണ്ട്സ് എന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അതിലങ്ങനെ ഇട്ടുവെച്ചോ, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കുറച്ച് ലിക്വിഡ് ഫണ്ടുകളുടെ പേര് പറയുകയാണെങ്കിൽ ICICI പ്രൊഡൻഷ്യലിന്റെ ലിക്വിഡ് ഫണ്ട് ഉണ്ട്, ആക്സിസിന്റെ ലിക്വിഡ് ഗ്രോത്ത് ഫണ്ട് ഉണ്ട്, ആദിത്യ ബിർല സൺ ലൈഫ് ലിക്വിഡ് ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോശമല്ലാത്തൊരു 6 to 8% റിട്ടേണും ഉണ്ട്. ചാർട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നുള്ളൂ. അല്ലാതെ സ്റ്റോക്ക് പോലെ കയറി ഇറങ്ങി പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് അഗൈൻ സ്റ്റോക്ക് ഒന്നും അറിയാത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ അടുത്ത് പണം ലിക്വിഡ് ഫണ്ട് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അവിടെ നിങ്ങളുടെ പണം 6 to 8% ഗ്രോ ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാം. FDയിൽ ഉണ്ടായിരുന്ന ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് അതായിരുന്നു, നിങ്ങൾ പെട്ടെന്ന് പൈസ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സിറ്റ് ലോഡ് കൊടുക്കണം എന്ന്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ലിക്വിഡ് ഫണ്ട്സിലും 7 ദിവസം, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് 7 ദിവസം കഴിഞ്ഞ് പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു എക്സിറ്റ് ലോഡും കൊടുക്കേണ്ടതില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പണം വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ആ പണം അന്നു തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് അതിന്റെ അടുത്ത ദിവസവുമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. നിങ്ങൾ ഒന്നും തന്നെ പേടിക്കേണ്ടതില്ല. FDയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ റീസൺ ഉണ്ടായിരുന്നത് ടാക്സേഷൻ്റെതാണ്. അപ്പോൾ അവിടെയും ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എമർജൻസി ഫണ്ട് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു എമർജൻസി വരുന്നത് വരെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അത്രയും നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പുറത്ത് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബിന്റെ എത്ര ശതമാനമാണോ അത്ര തന്നെ നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും. എന്നാൽ 3 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, 3 വർഷത്തിൽ കൂടുതലുള്ള റിട്ടേൺസ് നിങ്ങൾ എപ്പോഴെങ്കിലും പിൻവലിക്കുകയാണ്, ലാഭമുണ്ട് എങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ വരും. അതുകൊണ്ട് തന്നെ അതിന്റെ പുറത്ത് നിങ്ങൾ 20% നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് എന്ത് തന്നെയാണെങ്കിലും വിഷയമില്ല, 20% ടാക്സും അതിന്റെ കൂടെ തന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റും കിട്ടുന്നതാണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അറിയില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയും ഡിസ്കസ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു എമർജൻസി ഫണ്ട്, എന്തിനാണ് എമർജൻസി ഫണ്ട്, അത് എങ്ങനെ ഉണ്ടാക്കാം, അത് എവിടെ ബുദ്ധിപരമായി സൂക്ഷിക്കാം, ക്യാഷ് ആയിട്ടോ സേവിങ്സ് അക്കൗണ്ടിലോ വെക്കുന്നത് അത്ര ബുദ്ധിപരമായ നീക്കമല്ല. എന്നാൽ നമുക്ക് ലിക്വിഡ് ഫണ്ട്സ് ഉപയോഗിക്കുന്നത് വളരെ ഇന്റലിജന്റ് ആണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലിക്വിഡ് ഫണ്ട്സ് ഒക്കെ പേടിയുള്ളവരുണ്ട് എങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ടിന്റെ എമൗണ്ട് ഇപ്പൊ തന്നെ റെഡി ആണെങ്കിൽ 50% നിങ്ങൾ സേവിങ്സ് അക്കൗണ്ടിൽ, ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ വെച്ചോളൂ. മറ്റേ 50% എങ്കിലും നിങ്ങൾ ഒരു ലിക്വിഡ് ഫണ്ടിൽ ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ധൈര്യം വരുമ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശതമാനം വേണമെങ്കിൽ കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ സാധാരണക്കാരനുള്ള വീഡിയോ ഇവിടെ തീരുന്നതാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള, കുറച്ചും കൂടി അഗ്രസീവായിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ അതിശക്തം ഫാമിലി അതിശക്തർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ബോണസ് അതിശക്തം ടിപ്പ് അവസാനം തരികയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എമർജൻസി ഫണ്ട് മാനേജ്മെന്റ് ടിപ്പാണ് ഏറ്റവും അവസാനം. ഇത് എല്ലാവർക്കും ഉള്ളതല്ല, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് പങ്കെടുത്ത് അറിവുള്ളവർക്കും ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങളുടെ 6 മാസത്തെ ചെലവിന് ഇക്വലന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 6 മാസത്തെ ആ ഒരു എമൗണ്ട് ടോട്ടൽ ഉണ്ടാക്കുന്നതിന് പകരം 12 മാസത്തെ ചെലവിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് ആദ്യം ഉണ്ടാക്കുക. അത്രയും ഒരു എക്സ്ട്രാ പണി ആദ്യം എടുക്കുക. അങ്ങനെ അത്രയും എക്സ്ട്രാ പണി എടുത്ത് 6 മാസത്തിന് പകരം 12 മാസത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് എടുത്തുകൊണ്ട് അതിനെ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നേരെ നിഫ്റ്റിയിൽ ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. ഇനി അതുമല്ല എങ്കിൽ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ സ്മോൾ കേസ് എല്ലാം കണ്ടതാണ്, സ്മോൾ കേസ് എന്ന പ്രോഡക്റ്റ് പരിചയപ്പെട്ടതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്മോൾ കേസ് നിങ്ങൾ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ കുറേയും കൂടെ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ അതിൽ നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുക.
ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 12 മാസത്തെ പൈസ ഉണ്ടാക്കുക, ആ പൈസയെ കംപ്ലീറ്റ്ലി എടുത്തിട്ട് നിഫ്റ്റിയിൽ നേരെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടുകളിലൂടെ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടില്ല, ഉടനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിഫ്റ്റിയിൽ നേരെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നല്ല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ പിന്നിലെ ലോജിക് എന്താണ്? ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഹൈലി ലിക്വിഡ് ആണ്. ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ന് വേണമെങ്കിലും അതിനെ വിറ്റിട്ട് നമുക്ക് പൈസ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എമർജൻസി ഫണ്ടിലെ ആ ഒരു ക്രൈറ്റീരിയ അവിടെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ 12 മാസത്തെ പണം നിക്ഷേപിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം, ബുദ്ധിപരമായിട്ട് അത് നിഫ്റ്റിയിലോ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിലോ നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അറ്റ് നോ പോയിന്റ് അത് 50% ഒന്നും എന്തായാലും ക്രാഷ് ചെയ്യാൻ പോകുന്നില്ല. ശരിയല്ലേ? 50%. കോവിഡ് വന്നപ്പോൾ പോലും നിഫ്റ്റി 50% കൂടുതൽ ക്രാഷ് ചെയ്തിട്ടില്ല. ഒരു മ്യൂച്വൽ ഫണ്ട് 50% കൂടുതൽ ക്രാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ 12 മാസത്തെ പൈസ ഇടുകയാണെങ്കിൽ വേസ്റ്റ് കേസിൽ പോലും നിഫ്റ്റി ക്രാഷ് ചെയ്താൽ പോലും അത് 50% പൊളിയുകയുള്ളൂ. അപ്പോഴും അതിനെ വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് 6 മാസത്തേക്കുള്ള ചിലവ് ആ പൈസയിൽ നിന്ന് കിട്ടുന്നതാണ്. അതിനിടയിൽ നിങ്ങളുടെ എമർജൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 വർഷത്തിലോ 2 വർഷത്തിലോ ചിലപ്പോൾ സംഭവിക്കില്ലായിരിക്കും, അല്ലേ? ചിലപ്പോൾ ഒരു 6-മത്തെയോ 7-മത്തെയോ വർഷത്തിലായിരിക്കും സംഭവിക്കുക. അപ്പോൾ നിങ്ങളൊരു ലിക്വിഡ് ഫണ്ടിലേക്ക് ഇടുകയായിരുന്നെങ്കിൽ അവിടെ 6% പെർ ഇയറിന്റെ ഗ്രോത്തേ കിട്ടുള്ളൂ. നിങ്ങൾ നിഫ്റ്റിയിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ 6 വർഷം കൊണ്ട് തന്നെ അതിന് 15% പെർ ഇയറിന്റെ റിട്ടേൺ കിട്ടിയേനെ. അതുകൊണ്ട് തന്നെ ആ എമർജൻസി ഫണ്ട് ഇട്ട പൈസ തന്നെ എത്രയോ ശതമാനം കയറിയനെ. ശരിയല്ലേ? അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ എമർജൻസി ഫണ്ട് വേണമെന്നുള്ള എക്സാമ്പിൾ. ആ 3 ലക്ഷം രൂപ നിങ്ങൾ 15% ഗ്രോ ചെയ്യുന്ന നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ 6 വർഷം കൊണ്ട്, അതിലൊരു 5-6 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ 3 ലക്ഷം രൂപ 6 ലക്ഷം രൂപയായി മാറും. നിങ്ങളുടെ എമർജൻസി ഫണ്ട് തന്നെ അവിടെ കിടന്ന് ഗ്രോ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ അറിയുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ലാസ്റ്റ് റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും നിങ്ങൾ അവിടെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെയും ആ എമൗണ്ടിനെ നിങ്ങൾ ഒരു എമർജൻസി ഫണ്ടായിട്ട് മാത്രം കാണുക. അല്ലാതെ കുറെ പ്രോഫിറ്റ് കാണുമ്പോൾ അതിനെ ബുക്ക് ചെയ്ത് ഒരു ട്രേഡിംഗ് മെന്റാലിറ്റിയിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾക്കൊരു ആവശ്യമുള്ളപ്പോൾ മാത്രം അതിൽ നിന്ന് പൈസ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗ്രോ, ആ ഒരു മോഡലിലേക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൊറോണ വന്ന് കഴിഞ്ഞ വർഷം നിഫ്റ്റി അത്രയും ക്രാഷ് ചെയ്തപ്പോൾ പോലും കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ 15% റിട്ടേൺ നിഫ്റ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേമിലേക്ക് 12 മുതൽ 15% എന്നുള്ളത് കൺസർവേറ്റീവ് റിട്ടേൺ തന്നെയാണ്. അപ്പോൾ ഈ അവസാനത്തെ റൂട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് എമർജൻസി ഫണ്ടിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടിപ്പ് മറ്റെവിടെ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവസാനത്തെ അതിശക്തം ടിപ്പും അതുപോലെ ഈ ഒരു മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിനേക്കാളും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും ഷെയർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്തണം എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളും എത്തണം എന്നുള്ളതാണ്. ആ ഒരു ജേണിയിൽ അതിശക്തമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.